തങ്കച്ചിയ അവന് വേണ്ടി പലതും ചെയ്തു കൊടുക്കുന്നത്. ശരത്ത്, തങ്കച്ചി, ചന്ദ്ര ഇവരാ പ്രധാന കുഴപ്പക്കാർ. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയ മറ്റുള്ളവരെ സഹായിക്കും. ഈ സംഘത്തെ പൊളിക്കണം, എങ്കിലും നമ്മുടെ തലവേദനകളൊക്കെ അവസാനിക്കും. ആദ്യം സിദ്ധു ഒന്ന് പുറത്തിറങ്ങിക്കോട്ടെ. എന്ത് വേണമെന്ന് അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. ഞങ്ങൾ പലതും പ്ലാൻ ചെയ്യുന്നുണ്ട്. അവര് ഒരു ഗ്യാങ് ആണെന്നല്ലേ പറഞ്ഞത്. നമുക്കും ഒരു ഗ്യാങ് ആവാം. തിന്മയുടെ മൊത്ത വിൽപ്പനക്കാരെ എതിർക്കാൻ നന്മയുടെ അച്ഛതുണ്ട്. അവര് തോറ്റ് തറ പറ്റും, നമ്മൾ പറ്റിക്കും. എന്താ, ശരിയല്ലേ? ശരിയാ, അതാ വേണ്ടത്. എത്രയും വേഗം നിങ്ങൾക്കതിന് സാധിക്കട്ടെ. നീ ഇത്ര വലിയ ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എടാ, സ്വന്തം അമ്മയല്ലേ അത്? നിന്നെ പ്രസവിച്ചതല്ലേ? ഒരു തവണ കൊല്ലാൻ നോക്കിയതല്ലേ? അന്ന് രക്ഷപ്പെട്ടത് അവരുടെ ആയുസിന്റെ ബലം കൊണ്ട് മാത്രം. ഇപ്പൊ ബോധം പോലും ഇല്ലാതെ വെറും ജീവച്ഛാവായിട്ട് കിടക്കുകയല്ലേ? എന്തിനാ നീ വീണ്ടും കൊല്ലാൻ പോയത്? എന്തിനായിരിക്കും? അത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പ്രേമയെ പോലൊരു പാവ സ്ത്രീയെ തലക്കടിച്ച് വീഴ്ത്തുമ്പോ എവിടെ പോയിരുന്നു നിങ്ങളുടെ ഈ സദാചാര ബോധം? എനിക്ക് എന്റേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. എന്റെ ശരികളാ എനിക്ക് വലുത്. അതിനെ ചോദ്യം ചെയ്യാൻ വന്നോണ്ടല്ലോ. അമ്മയില്ലാത്ത കുട്ടിയാ ഞാൻ. അമ്മയുടെ സ്ഥാനം ഒരാളുടെ ജീവിതത്തിൽ എത്ര വലുതാണെന്ന് എനിക്കറിയാം. സ്വന്തം അമ്മയെ കൊല്ലാൻ നോക്കുന്നവൻ എന്തും ചെയ്യും. ആരെയും കൊല്ലും, എന്നെ പോലും. വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. എനിക്ക് എന്റെ ലക്ഷ്യങ്ങളാ വലുത്. അതിന് തടസ്സം നിൽക്കാൻ വരരുത് ആരും. നീ വന്നാ നിന്നെയും കൊല്ലും. എല്ലാ കാലവും ഇങ്ങനെ ജയിച്ചു നിൽക്കാന്ന് വിചാരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ പിടി വീഴും. അതോടെ തീരും നിന്റെ ഈ അഹങ്കാരം. അതൊക്കെ എനിക്കും അറിയാം. എല്ലാ കാലവും ഒരുപോലെ നിൽക്കാൻ പറ്റില്ല. അതെനിക്കും പറ്റില്ല, നിനക്കും പറ്റില്ല. എന്നെ പിടിച്ചോണ്ടല്ലോ നീ അടക്കകത്തു. ഒറ്റയ്ക്കായിരിക്കില്ല മുങ്ങുന്നത്. എൻ്റെ ഒപ്പം പലരും ഉണ്ടാവും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, എന്നെ ആരും പിടിക്കരുത്. അല്ലെങ്കിൽ എന്നെ അങ്ങ് തട്ടിക്കളയണം. അതിന് ചങ്കുറപ്പുള്ള ഒരുത്തനും ഇന്ന് ഈ സിറ്റിക്കകത്തില്ല. അതുകൊണ്ട് ആ വഴിക്ക് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. പേടിച്ചു പോയല്ലേ? പേടിക്കണം. എന്നെ ശരിക്ക് പേടിക്കണം. കൂടെ നിന്നാ ഞാൻ രക്ഷിക്കും, അല്ലെ തകർത്ത് കളയും. മനസ്സിലായോ? മണ്ടത്തരമൊന്നും ചിന്തിക്കണ്ട. മേലാൽ എന്നെ കുറ്റപ്പെടുത്താനും വരണ്ട. അമ്മ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തീർക്കും. അമ്മയ്ക്ക് ബോധം വന്നാൽ പിന്നെ ഞാൻ ഇല്ല. നിനക്കെങ്ങനെയാണോ പ്രേമ, അതുപോലെ എനിക്കമ്മ. എന്റെ പ്രശ്നം എനിക്കേ അറിയൂ. അറിയാലോ, ഇന്നാണ് സിദ്ധുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പോകുന്നത്. കോടതിയിൽ വരണം. അവന് ജാമ്യം കിട്ടരുതെന്നാ എനിക്ക്. നിനക്കും അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. എല്ലാം കോടതി ഇന്ന് തീരുമാനിക്കും. അവരൊക്കെ എത്തിയോ? എത്തി കാണുമല്ലോ. ആരെത്തിയില്ലെങ്കിലും ദേവിക എത്തും. അവളുടെ കാമുകന് ജാമ്യം കിട്ടാൻ പോവല്ലേ എന്ന്. അത് നിന്നോടാര് പറഞ്ഞു? എന്താ, ജാമ്യം കിട്ടില്ലേ? ഒരിക്കലും ഇല്ല. എങ്ങനെ കിട്ടാനാ? ഹൈക്കോടതി പോവേണ്ടി വരും, എന്നാലേ കിട്ടൂ. എന്റെ പൊന്ന് തങ്കച്ചി, ഹൃദയമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാ സിദ്ധു. തന്നെയുമല്ല, അപകടം നടന്ന സമയത്ത്
അയാൾ വേറെ എവിടെയോ ആയിരുന്നുള്ള തെളിവും അവർ ഹാജരാക്കുന്നുണ്ട്. ഇത് രണ്ടും പോരെ ജാമ്യം കിട്ടാൻ? പോരാ. ഇടിച്ചതാരയാ? ഒരു സാധു സ്ത്രീയെ. ആരാ ഇടിച്ചിട്ടത്?